മാനേജറിയൽ എക്കണോമിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്യൂർലി മലയാളത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന എക്സാംസിൻ്റെ അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്ന എക്സാംസിൻ്റെ ഈ ഒരു സിലബസ് മാറുന്നത് വരെയുള്ള റിവിഷൻ ക്ലാസ്സാണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom സിലബസ് ആണ്. അത് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെയും സെക്കൻഡ് ചാപ്റ്റർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു ബെയർ ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടും, എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കണം. അത് മലയാളത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മലയാളത്തിൽ കേട്ട് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ കൺവേർട്ട് എഴുതുന്നത് വെച്ചാൽ മലയാളത്തിൽ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാം. സോ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കോൺസെപ്റ്റ്സ് വേഗമാണ് നമ്മൾ പറഞ്ഞു പോവുക. ഡീറ്റെയിൽഡായിട്ട് ഇതിന് അനാലിസിസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളാം. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് വേണം, മനസ്സിലാവുന്നില്ല, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ജസ്റ്റ് 199 റുപ്പീസേ ഉള്ളൂ. 199 നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കോഴ്സ് ഉണ്ട്. ചാപ്റ്റർ വൈസും നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അത് മാത്രം വേണമെങ്കിൽ കാണാം. ഇനി ഇതിൻ്റെ ഒരു എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് പാസ്സാവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 5ഉം മാത്രം പഠിക്കുക. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള 4ഉം 5ഉം മാത്രം പഠിക്കുക. അതിനകത്ത് മാക്രോ എക്കണോമിക് തിയറിനെ കുറിച്ചാണ്, നമ്മുടെ ഇന്ത്യയുടെ ഇക്കോണമി, ഫീച്ചേഴ്സ്, FDI, MNC, എക്സ്ചേഞ്ച് റേറ്റ്, കേരള എക്കോണമി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് മുഴുവൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം പഠിക്കും. ഫുൾ തിയറിയാണ്. അത് പഠിച്ചാൽ നിങ്ങൾ ജയിക്കും. കാരണം നമുക്ക് ഓപ്ഷനും ഉണ്ടല്ലോ. അപ്പോൾ അത് മാത്രം പഠിക്കുക. അതിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് അവൈലബിൾ ആണ്, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത് പഠിക്കുക. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്ക് വേണം, എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം, നല്ല മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ 2 സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കൺസ്യൂമറിൻ്റെ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ, അതുപോലെയുള്ള ICC, PCC ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഒരു ടിപ്സ് വേണം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോർഷൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, സെക്കൻഡ് ചാപ്റ്റർ എൻ്റെ കോഴ്സിലാണെങ്കിൽ 3 ലെസണായിട്ടാണ്. അതിനകത്ത് സെക്കൻഡ് ലെസൺ സ്കിപ്പ് ചെയ്തേക്കുക. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ലെസൺ സ്കിപ്പ് ചെയ്യുക. അതായത് ഹിഗ്സിയൻ ഡീകമ്പോസിഷൻ വരുന്ന, ഇപ്പോൾ ടെക്സ്റ്റുള്ളവരാണെങ്കിൽ ഹിഗ്സിയൻ ഡീകമ്പോസിഷൻ വരുന്ന ഭാഗം സ്കിപ്പ് ചെയ്യുക. കാരണം അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ്, ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചതിന് വേറെ ഓപ്ഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ലെസണും തേർഡ് ലെസണും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 60 മാർക്സിനടുത്ത് കിട്ടും. ഇനി നല്ല മാർക്ക് വേണം, റാങ്ക് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കുക. തേർഡ് ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ചോദിക്കുന്ന സാധനങ്ങൾ പഠിക്കുക. അപ്പം നമുക്ക് സപ്പോസ് നിങ്ങൾക്കൊരു അറിയില്ലാതെ വന്ന് ഓർമ്മയില്ലാതെ വന്നെങ്കിൽ നിങ്ങൾക്ക് എടുത്തെഴുതാൻ പറ്റും. അപ്പോൾ അത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാനേജറിയൽ എക്കണോമിക്സിൽ റാങ്ക് കിട്ടും എന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്. സോ ആദ്യം നമുക്ക് ഇത് ഡെഫിനിഷൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ മീനിങ് ചോദിക്കാം. അപ്പോൾ 4 ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള പറയാം. എന്തായാലും ഈ 4 ഡെഫിനിഷൻ്റെ പ്രത്യേകത, ഈ 4 ഡെഫിനിഷനും ഒരു കണ്ടിന്യൂവത്തിലുള്ളതാണ്. അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തയാൾ, ഇയാളുടെ കാലം കഴിഞ്ഞപ്പോൾ അടുത്തയാൾ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുതിയ ആൾ വന്നിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഓരോ ഡെഫിനിഷനുകളിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിരിക്കും. എല്ലാ ഡെഫിനിഷനുകളിലും പലതിനെയും കമ്പോണൻസ് കയറി വരും. അപ്പോൾ ഓർത്തിരുന്ന് പഠിച്ചാൽ മതി. അത് ഇപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ പറയുന്നത് വെൽത്തിനെ കുറിച്ചാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വെൽത്ത് ഉണ്ടാവുന്നു, ചിലവർക്ക് മാത്രം എന്തുകൊണ്ട് വെൽത്ത് ഉണ്ടാവുന്നു, അതിനെക്കുറിച്ചുള്ളതാണ്. അത് ആഡം സ്മിത്തിൻ്റെയാണ്. അത് കഴിഞ്ഞ് വന്നാണ് വെൽഫെയർ ഡെഫിനിഷൻ. അവിടെ അയാൾ പറയുന്നത് വെൽത്തിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, സ്റ്റഡി ഓഫ് വെൽത്ത് മാത്രം പോരാ, വെൽഫെയർ, അതായത് മനുഷ്യരുടെ കാര്യം കൂടി പഠിക്കണം, സ്റ്റഡി ഓഫ് മാൻ കൂടി പഠിക്കണം. ആ മാൻ്റെ കാര്യം പഠിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് അയാൾ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, സോഷ്യലായിട്ട് അയാൾ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കണം. സോഷ്യലായിട്ട് എങ്ങനെ റിസോഴ്സ് യൂസ് ചെയ്യുന്നു, ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ റിസോഴ്സ് യൂസ് ചെയ്യുന്നു, 2 ആസ്പെക്റ്റും പഠിക്കണം എന്ന് പറഞ്ഞാണ് വെൽഫെയർ ഡെഫിനിഷൻ. അത് മാർഷലിൻ്റെയാണ്. പിന്നെ വന്നത് സ്കേസിറ്റി ഡെഫിനിഷൻ. പേരിൽ തന്നെ ഉണ്ട്, സ്കേസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെയും ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് മാത്രമാണ് ഇയാൾ പറയുന്നത്, വെൽഫെയറിനെ കുറിച്ച് പറയുന്നില്ല. ഹ്യൂമൻസ് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള
സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. എൻസും സ്കേഴ്സ് മീൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മീൻസിനോട് പ്രത്യേകതയുണ്ട്, അതിന് ഒത്തിരി യൂസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് യൂസ് ചെയ്തിട്ടാണ്, ഏത് റിസോഴ്സിൻ്റെ ഏത് യൂസ് ചെയ്തിട്ടാണ് ആ എൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗ്രോത്ത് ഡെഫിനിഷനിൽ ഇതെല്ലാം വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് മനുഷ്യൻ ഇൻഡിവിജ്വൽ എങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ആക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സോഷ്യൽ ആക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സ്കേഴ്സിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ വെൽത്തിനെ കുറിച്ച് പഠിക്കും. എല്ലാം കൂടി കണക്റ്റഡ് ആണ് സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി ഇക്കണോമിക്സ് ഇക്കണോമിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നത്, മാനേജിങ് ഹൗസ് ഹോൾഡ്. പിന്നെ ഒരു സോഷ്യൽ സയൻസ് ആണ്. കാരണം ഇതിനകത്തൊരു പ്രോബ്ലം ഓഫ് ചോയ്സ് അല്ലേ, ഒത്തിരി സ്കേഴ്സ് റിസോഴ്സസിൽ നിന്ന് എന്ത് ഒബ്ജക്റ്റീവാണ്, എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ള പ്രോബ്ലം ചോയ്സ് ഉള്ള സയൻസ് ആണ്. ഹ്യൂമൻ ബിഹേവിയറും സൊസൈറ്റൽ ബിഹേവിയറും പഠിക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് ആണ്. 3 എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്: മൈക്രോ, മാക്രോ, മാനേജീരിയൽ. മൈക്രോ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആൾ, അതായത് ഒരു പ്രൊഡ്യൂസറോ കൺസ്യൂമറോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോമോ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. ഇതിന് ഒരു പേരും കൂടിയുണ്ട്, ഇത് ഓർത്തിരിക്കണം: പ്രൈസ് തിയറി. കാരണം നമുക്കത് ഡിഫറൻഷിയേഷനിൽ ആവശ്യമുള്ളതാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ബിഹേവിയർ അല്ല പഠിക്കുന്നത്, ഒരു ഇക്കോണമിയുടെ മുഴുവൻ ബിഹേവിയർ. അത് ഇക്കോണമിയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ എങ്ങനെ മാറുന്നു, കൺസംഷൻ എങ്ങനെ മാറുന്നു, ഇൻകം എങ്ങനെ മാറുന്നു, സേവിങ്സ് എങ്ങനെ മാറുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ മാറുന്നു, അതാണ്. മാനേജറൽ എക്കണോമിക്സ് പറയുമ്പോൾ ഈ ഇക്കണോമിക്സ് യൂസ് ചെയ്തിട്ട് ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്ത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മാനേജറൽ എക്കണോമിക്സ്. സോ ഇത് മാത്രം ഇക്കണോമിക്സ് ഓഫ് ദി ഫേം ആണ്. ഇത് തിയറി ഓഫ് ഇൻകം ആണ്. ഇത് തിയറി ഓഫ് പ്രൈസ് ആണ്. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, കാരണം നിങ്ങൾക്കത് ആവശ്യം വരും. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. അപ്പോൾ മൈക്രോ മാക്രോ ചോദിക്കാം, ഇക്കണോമിക്സ് മാനേജറൽ എക്കണോമിക്സ് ചോദിക്കാം. മൈക്രോ മാക്രോ ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ട, ഞാൻ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് പ്രൈസ് തിയറിയാണ്, ഇത് ഇൻകം തിയറിയാണ്. കണ്ടോ, തിയറി ഓഫ് ഇൻകം, തിയറി ഓഫ് പ്രൈസ്, അത് തന്നെ ഫസ്റ്റ് പറയാം. പിന്നെ നമുക്കറിയാം ഒരെണ്ണം ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചാണ്, മറ്റേത് അഗ്രിഗേറ്റ് യൂണിറ്റിനെ കുറിച്ചാണ്. ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഫേം ഇൻഡസ്ട്രി, മറ്റേതാണെങ്കിൽ എൻറ്റയർ എക്കോണമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എൻറ്റയർ എക്കോണമിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ഇത് പോളിസി ഫോർമുലേഷൻ ഹെൽപ്പ് ചെയ്യും. ഇത് എൻറ്റയർ എക്കോണമിയെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് ഇത് പോളിസി ഫോർമുലേഷന് ഹെൽപ്പ് ചെയ്യില്ല. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർ എന്തിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്, എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, പ്രൈസ്, പെർ ക്യാപിറ്റ ഇൻകം, ഇത് അതൊക്കെ നേരെ തിരിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ജനറൽ പ്രൈസ് ലെവൽ, നാഷണൽ ഇൻകം, അങ്ങനെ. ഇനി ഇൻഡിവിജ്വൽ മാർക്കറ്റിൻ്റെ പ്രൈസും ഔട്ട്പുട്ടുമാണ്, കാരണം പ്രൈസ് അല്ലേ. അതേസമയം ഇത് അബ്സല്യൂട്ട് കൺട്രിയുടെ പ്രൈസും ഔട്ട്പുട്ടുമാണ്. സോ ഇത് ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം പറയുന്നില്ല. ഇക്വിലിബ്രിയം, ഫുൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫുൾ കൺട്രിയുടെ കാര്യമാണ്. ഫുൾ കൺട്രി അച്ചീവ് ചെയ്യുന്നതാണ് ജനറൽ ഇക്വിലിബ്രിയം. ഇത് അതിനകത്ത് ഒരാളുടെ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം എന്നാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. പിന്നെ നമുക്ക് ഇത്ര ഓർമ്മ കിട്ടാത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, കിട്ടുന്ന റിസോഴ്സസ് എങ്ങനെയാണ് മാക്സിമം അലോക്കേറ്റ് ചെയ്യുന്നത്, ഗിവൺ റിസോഴ്സ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മൈക്രോ പഠിക്കുന്നത്. കാരണം ഒരാൾക്ക് അയാളുള്ള റിസോഴ്സ് വെച്ച് എങ്ങനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു. മാക്രോയിൽ അങ്ങനെയല്ല, ടോട്ടൽ ഇക്കോണമിയിലെ റിസോഴ്സസ് ഏറ്റവും, അതായത് ഫുള്ളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ഫുൾ എംപ്ലോയ്മെൻറ്റ് എങ്ങനെ നടത്താം എന്നുള്ളതാണ് മാക്രോ പഠിക്കുന്നത്. ഇനി ഇക്കണോമിക്സും മാനേജറൽ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ, അവിടെ മൈക്രോ ഇക്കണോമിക്സ് യൂഷ്വലി ഇതിനകത്ത് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം തിയറി ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള പ്രൈസിൻ്റെ ആണ്. അപ്പോൾ തിയറി ഓഫ് വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രൈസ്, അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അതേസമയം മാനേജീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞു തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. കണ്ടോ, ഇക്കണോമിക്സ് ഓഫ് ദി ഫേം പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിനെ കുറിച്ചാണ്, പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ അത് പറയാം. ഇത് ഫേമിനെ കുറിച്ച്, ഇൻഡിവിജ്വലിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഇത് ഫേമിനെ കുറിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ. രണ്ടും ഇതിനകത്തുണ്ടാവും മൈക്രോയിൽ. ഇത് മൈക്രോ ഇക്കണോമിക്സും മാനേജറൽ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസമാണ് ശരിക്കും പറയണത്. അപ്പോൾ ഇത് ഫേമിനെ കുറിച്ച്, ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഫേമിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഹ്യൂമൻ ബിഹേവിയർ, ഇത് ഫേമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് മാനേജറിയൽ ബിഹേവിയർ. ഇനി ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ഇവിടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, വെൽഫെയർ ആണ് പഠിക്കുക. ഇത് ഫേമിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് പ്രോഫിറ്റ്, കോസ്റ്റ്, ഇതിനെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് പറയാം മൈക്രോ ആസ്പെക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇത് മൈക്രോ മാക്രോ ആണ്. ഇത് ഓരോ തിയറിയാണ്. ഇത് പ്രാക്ടിക്കലായിട്ട് ഫേമിന് പ്രോഫിറ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് പറയുക. സോ തിയറിറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ ഇക്കണോമിക് തിയറികൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറയാമെന്ന് വെച്ചാൽ ഇത് ഇക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. ഇവിടെ ഇക്കണോമിക്, നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്താലേ മാനേജറൽ ഇക്കണോമിക്സ് പ്രോബ്ലംസ് മനസ്സിലാവുള്ളൂ. ഇത് പോസിറ്റീവ് നോർമേറ്റീവ് സയൻസ് ആണ്. ഇത് നോർമേറ്റീവ് മാത്രമാണ്. നോർമേറ്റീവ് എന്ന് വെച്ചാൽ സൊല്യൂഷൻസ് കൊടുക്കുന്ന സയൻസ്, പ്രാക്ടിക്കലാണ്. അതാണ് നമ്മൾ പ്രാക്ടിക്കലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ നോർമേറ്റീവാണ്. അതേസമയം തിയറിറ്റിക്കലാണ് എന്ന് പറയുമ്പോഴത്തേക്കും തിയറി ഉണ്ടാവും, പിന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മൈക്രോയും മാക്രോയും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. രണ്ടുമുണ്ട്. ഇത് പക്ഷേ
വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് എക്കണോമിക്സിൽ. അത് തിയറിയും പറയും പ്രാക്ടിക്കലും പറയും. ഇനി നേച്ചർ ചോദിക്കാം. നേച്ചർ ചോദിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് മൈക്രോ ആണ്. സോ മൈക്രോ എക്കണോമിക് ആണ്, നോർമേറ്റീവ് സയൻസ് ആണ് നമ്മൾ പറഞ്ഞു. മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മൈക്രോ എക്കണോമിക്. കാരണം മാനേജീരിയൽ മൈക്രോയും ഉണ്ട് മാക്രോയും ഉണ്ട്. കുറച്ച് തിയറി അപ്ലൈ ചെയ്യും, കുറച്ച് മാക്രോ കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ മൈക്രോ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൈക്രോ എക്കണോമിക് എന്ന് പറയുമ്പോഴത്തേക്കും തിയറി ഓഫ് ഫേം യൂസ് ചെയ്യും, മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യും. സോ മാക്രോ എക്കണോമിക്കും കൂടിയാണ്. സോ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യും. പല ഡിസിപ്ലിൻസിനെ കണക്ട് ചെയ്യും. നമ്മൾ ഇനി പറയും സോഷ്യൽ സയൻസ്, മാത്സ്, ഓപ്പറേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ ആയിട്ട് മാനേജറൽ എക്കണോമിക്സിന് ബന്ധമുണ്ട്. നമ്മൾ പറയുന്ന പോലെ ആർട്ട് സയൻസ് ആണ്, പ്രൊഫഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ആർട്ടാണ്, സയൻസ് ആണ്. എന്ത് സയൻസ് ആണ്? സോഷ്യൽ സയൻസ് ആണ്. പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം മാനേജറൽ എക്കണോമിക്സ് പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ നോർമേറ്റീവാണ്, പ്രാഗ്മാറ്റിക് ആണ്, പ്രിസ്ക്രിപ്റ്റീവാണ്, സൊല്യൂഷൻ കൊടുക്കുന്നതാണ്, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഉള്ളതെന്ന് വെച്ചാൽ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഫങ്ഷൻസ്. ഇത് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഇത് എഴുതാൻ പറ്റും. അത് ചിലപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസോ റോൾസോ റെസ്പോൺസിബിലിറ്റി ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റിൻ്റെ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കണോമിക്സ് ആണെങ്കിലും ഇക്കണോമിസ്റ്റിൻ്റെ ആണെങ്കിലും കൺസ്യൂമർ ബിഹേവിയർ ആണ് ഇത് പഠിക്കുന്നത്. കൺസ്യൂമർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, കൺസ്യൂമർ എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു സാധനം ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ അറിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അറിയാം. കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അറിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ എത്ര വേണം, നമുക്ക് എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്ര വേണം എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ 3 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അറിയേണ്ടത് എത്രയാണ് നമ്മുടെ പ്രൈസ്, ഏത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്താലാണ് നമുക്ക് ഈ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുക നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ പ്രൈസ് മാർക്കറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മോണോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇത് ഓരോ മാർക്കറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ആ മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് പ്രൈസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രൈസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം, അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റ്. അപ്പോൾ പ്രൈസ് ഒരു വലിയ ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ ഒരു ഇഷ്യൂ ആണ് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിൽ രണ്ടും മാനേജറൽ എക്കണോമിക്സിൽ സോൾവ് ചെയ്ത് കിട്ടും. പിന്നെ ഏത് ബിസിനസ് സൈക്കിളിലാണ് നമ്മളുള്ളത് അനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് മാറും, നമ്മുടെ സെയിൽസ് മാറും, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് റിസ്കുകൾ കുറയും. പിന്നെ നമ്മൾ സ്കേഴ്സ് റിസോഴ്സസ് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ, ഏറ്റവും വലിയ സ്കേഴ്സ് റിസോഴ്സ് എന്ന് വെച്ചാൽ ഇൻവെൻറ്ററും ക്യാപിറ്റലുണ്ട്. അത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻസ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ബിസിനസ് എൻവയൺമെൻറ്റ് നമുക്ക് നല്ലോണം സ്റ്റഡി ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി മറ്റ് ഡിസിപ്ലിനായിട്ട് ബന്ധമുണ്ട്, മൈക്രോ എക്കണോമിക്സ് ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഇവിടെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും ഇലാസ്റ്റിസിറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഇവിടെ നാഷണൽ ഇൻകത്തിനെ കുറിച്ചും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഈ ഡേറ്റ ഇക്കണോമിക്സിൽ തിയറികളിലും അല്ലാതെയും ഒക്കെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മാത്സ് ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഈ തിയറികളിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ യൂസ് ചെയ്യുന്ന ഡയഗ്രാം, ജോമെട്രി, ലോഗരിതം, കാൽക്കുലസ്, ഇതൊക്കെ മാത്സിൽ നിന്നാണ് വരുന്നത്. ഓപ്പറേഷൻസ് റിസർച്ചോട് ബന്ധം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഈ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇൻവെൻറ്ററി കൺട്രോൾ, റിഗ്രഷനൊക്കെ ഓപ്പറേഷൻ റിസർച്ചിലും സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളതാണ്. അക്കൗണ്ടിങ് ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഇത് യൂസ് ചെയ്യുന്നത് മാനേജറാണ്. മാനേജർ ഈ ഇക്കണോമിക്കൽ ഡേറ്റ യൂസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിങ്ങിന്, ഫോർവേഡ് പ്ലാനിങ്ങിനുമാണ്. പിന്നെ ഇത് വേണമെങ്കിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, അതുപോലെ ഇൻക്രിമെൻ്റലിസം, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇൻക്രിമെൻ്റലിസം ചേഞ്ച്, അതായത് ഒരു ഇൻക്രീസ്, ഇപ്പോൾ 5 ഔട്ട്പുട്ടിൽ നിന്ന് 6 ഔട്ട്പുട്ടായി. അപ്പോൾ 5 ഔട്ട്പുട്ടിന് 20 രൂപയായിരുന്നു നമ്മുടെ കോസ്റ്റ്, ഇപ്പോൾ 25 ആയി. ഇപ്പോൾ ഒരു ഇൻക്രിമെൻ്റൽ യൂണിറ്റ് ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. ടൈം 4 മാർക്കറ്റ് ഫോമാണ് മാർഷൽ ഐഡൻറ്റിഫൈ ചെയ്തത്. വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, സെക്യുലർ പീരീഡ്. ഡിസ്കൗണ്ടിങ് നിങ്ങൾക്കറിയാം, മണിയുടെ വാല്യൂ കുറയുന്നതുകൊണ്ട്, മണി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈം അനുസരിച്ച് ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്നത്തെ 100 രൂപയല്ല നമുക്ക് നാളെ വേണ്ടത്. ഇന്ന് 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിരിയാണി കിട്ടുമെങ്കിൽ നാളെ 150 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നിരുന്നിട്ട് നാളെയുടെ വില കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം ബാക്കിലേക്ക്. അപ്പോൾ അതിന് നമ്മളൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യണം. ഇതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ. എല്ലാ മനുഷ്യരും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലാണ്
അവരുടെ എല്ലാ യൂണിറ്റ്സും യൂസ് ചെയ്യുക. പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഫേം. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുക. പിന്നെ ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്? ആദ്യം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറവാണെന്നുള്ളതാണ് പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് വേണം? 20% പ്രോഫിറ്റ് കൂട്ടണം അല്ലെങ്കിൽ എത്തിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. സോ അതിന് എന്തൊക്കെ ചെയ്യാം? സെയിൽസ് കൂട്ടാം, കോസ്റ്റ് കുറയ്ക്കാം, ക്വാളിറ്റി കുറയ്ക്കാം, ഇങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലത് ഏതെന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അത് ചൂസ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ആ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഫോർവേഡ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ പ്ലാനിങ് തന്നെ ബിസിനസ് പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തപ്പോൾ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് എന്താണ്? 3 കമ്പോണൻസ് ചേർന്നതാണ് ഡിമാൻഡ്. ഡിസയർ, വില്ലിങ്നെസ്, എബിലിറ്റി ടു പേ. ഒരു മൈസർ എന്നുള്ള ആളെ സംബന്ധിച്ച് ആൾക്ക് ഡിസയർ ഉണ്ടാവും, പക്ഷേ എബിലിറ്റി ഉണ്ടാവും, പക്ഷേ വില്ലിങ്നെസ് ഇല്ല. 3 എണ്ണം ഉണ്ടാവണം, എങ്കിലാണ് അത് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. കൺസ്യൂമേഴ്സ് ആർ വില്ലിങ്, ദേ ആർ ഏബിൾ ടു പേ, പിന്നെ എന്താ പറയുക, ഡിസയറും കൂടി വേണം. ലോ ഓഫ് ഡിമാൻഡ് നമുക്കറിയാം, പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് മുകളിലേക്ക് പോകും, ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ തിയറികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർഡിനൽ യൂട്ടിലിറ്റി, അതുപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു ഗുഡിന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരാനുള്ള പവർ. ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആക്കുന്നത്? നമുക്ക് വിശപ്പ് മാറുന്നു. സോ അതാണ് പവർ ഓഫ് ദറ്റ് കമ്മോഡിറ്റി. അതിനാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ്. കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്ന മാർഷലാണ്. മാർഷൽ ഇത്രേ പറയുന്നുള്ളൂ, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂട്ടിൽസ് എന്ന് പറയുന്ന യൂണിറ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇയാൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, മറ്റൊന്ന് കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒരു ഗുഡ് നിങ്ങൾ കഴിച്ചു, രണ്ടാമത്തെ ഗുഡ് കഴിച്ചു. ആദ്യത്തെ ഗുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 10 യൂട്ടിൽസ് ആണ് സാറ്റിസ്ഫാക്ഷൻ, രണ്ടാമത്തെ ഗുഡ് കിട്ടുമ്പോൾ 11 എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി, ഒരു അഡീഷണൽ ഗുഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് താഴേക്ക് പോകും, നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് ഡിമിനിഷസ് ആസ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ഗുഡ്. ഇതാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷൽ മാർജിനൽ യൂട്ടിലിറ്റി തിയറി, DMU എന്നും പറയാം. നിങ്ങൾക്ക് സപ്പോസ് എല്ലാത്തിൻ്റെയും ഒറ്റയടിയിൽ നിങ്ങൾക്ക് അസംഷൻസ് പഠിക്കാം. നിങ്ങൾ കോഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അസംഷനും ഡിസഡ്വാൻറ്റേജും ഒന്നും സ്ഥിരം ചോദിക്കുക. ഇത് ഓർത്തിരിക്കാനുള്ള ടെക്നിക്ക് 2 കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. അതിന് വേണമെങ്കിൽ ഒരു കോഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അസംഷൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാമല്ലോ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ. യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും, പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ മാർഷൽ പറയുന്ന വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നിങ്ങൾക്ക് എത്ര കാശ് നമുക്ക് കിട്ടുന്നതനുസരിച്ചും നമ്മുടെ മണി കൊണ്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഡിമിനിഷിങ്, മണി കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഗുഡിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കീപ്സ് ഓൺ ഡിമിനിഷിങ് എന്നാണ് പറയുന്നത്. അതുപോലെ യൂട്ടിലിറ്റീസ് ഇൻഡിപെൻഡൻറ്റും ആണ്, അഡിറ്റീവും ആണ്. കോംപ്ലിമെൻറ്റാരിറ്റി, സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ ഗുഡ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇയാൾ പറയുന്നില്ല. ഇൻകം ലിമിറ്റഡ് ആണെന്നാണ് പുള്ളി പറയുന്നത്. എല്ലാ കൺസ്യൂമേഴ്സും റാഷണലാണ്, ഇൻകം, ടേസ്റ്റ്, ഫാഷനൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, അതൊന്നും വ്യത്യാസം വരില്ല എന്ന് പറയുന്നത്. ഒറ്റ വോണ്ട് കൊണ്ട് ഒറ്റ ഗുഡ് കൊണ്ട് ഒറ്റ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാം. വോണ്ട്സ് ഓഫ് മാൻ അൺലിമിറ്റഡ് ആണ്, പക്ഷെ ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ യൂട്ടിലിറ്റി നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് മെഷർ ചെയ്യാൻ. അതേപോലെ മനുഷ്യൻ ഇറാഷണൽ ആണല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് കോംപ്ലിമെൻ്റ് ഒക്കെ ശരിക്കും ഉണ്ട്. അതുപോലെ ഇൻകം മാറുന്നുണ്ട്, ടേസ്റ്റ് മാറുന്നുണ്ട്, വോൺസ് ചിലത് സാഷ്യബിൾ അല്ലാത്തതുണ്ട്. അതുപോലെ എന്താണ് ഗിഫ്റ്റ് ഇൻ ഗുഡ്സ്, ലിക്കർ ഗുഡ്സ്, ഇതൊക്കെ എക്സെപ്ഷനാണ് ഈ ഒരു പർട്ടിക്കുലർ തിയറിയുടെ. അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് നെവർ സീറോ, ഒരിക്കലും സീറോ ആവില്ല, റൈസിങ് ആണ്. അപ്പോൾ അത് പുള്ളി പറഞ്ഞിട്ടില്ല, പുള്ളി കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ റിലേഷൻഷിപ്പ്, ഈ മാർജിനൽ യൂട്ടിലിറ്റി, ഈ DMU തിയറി നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്സ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, 0 ആകുമ്പോൾ മാക്സിമം ആവും, നെഗറ്റീവ് ആകുമ്പോൾ ഡിക്ലൈൻ ചെയ്യും. ദാറ്റ് ഇസ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. നമ്മൾ എക്സാമ്പിൾ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഓർത്ത് ഡിക്ലൈൻ ചെയ്യുമ്പോൾ
ഇത് ഇൻക്രീസ് ചെയ്യും, 0 ആകുമ്പോൾ മാക്സിമം ആവും, നെഗറ്റീവ് ആകുമ്പോൾ ഡിക്ലൈൻ ചെയ്യും. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇതിൻ്റെ യൂസസ് ചോദിച്ചാൽ, ഒന്ന് ഫിസിക്കൽ പോളിസി നമ്മൾ പറഞ്ഞായിരുന്നു, ടാക്സസ് യൂസ് ചെയ്യാൻ നമുക്ക്, ടാക്സസ് കണ്ടുപിടിച്ചത് തന്നെ ഈ ഡീമിയോ തിയറിൻ്റെ ബേസിസിലാണ്. പൂറിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത്. പിന്നെ മറ്റ് ഇക്കണോമിക് ലോസ് ഇതിൽ നിന്ന് കിട്ടി, കൺസ്യൂമർ സർപ്ലസ്, ഇലാസ്റ്റിസിറ്റി എല്ലാം ഇദ്ദേഹം തന്നെ ഈ ഇതിൻ്റെ ലോയുടെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. പിന്നെ പ്രൈസസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, കൺസ്യൂമേഴ്സിനെ ഏത് ഗുഡാന്നുള്ളത് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണല്ലോ, അപ്പോൾ ഡെയിലി എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. കമ്പാരിസന് ഹെൽപ്പ് ചെയ്യും. രണ്ട് കാര്യങ്ങൾ യൂട്ടിലിറ്റിയുടെ ബേസിൽ നമുക്ക് കമ്പയർ ചെയ്യാം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യാം, നമുക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാം. ഇല്ല നെസസിറ്റികളുടെ വാല്യൂ ഇൻ യൂസും വാല്യൂ ഇൻ എക്സ്ചേഞ്ച്, അതായത് വേറൊരു ഗുഡ് ഇതിന് പകരം വാങ്ങിക്കുന്ന അല്ല ഏതാണോ നല്ലത്, അപ്പോൾ കമ്പാരിസണും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഈ മാർഷലിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെ. ഇതെന്ന് വെച്ചാൽ വാട്ട് വി ആർ പ്രിപ്പയർഡ് ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ. എന്ന് വെച്ചാൽ വാട്ട് ആർ പ്രിപ്പയർഡ് ടു പേ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി, മറ്റേത് എമൗണ്ട് സ്പെൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 100 രൂപയാണ് ബിരിയാണിക്ക് നമ്മളൊരു കടയിൽ ചെന്നു, അതിന് ചിലപ്പോൾ ശരിക്കും അവിടെ ചെന്നപ്പോൾ 80 രൂപയുള്ളൂ, എന്ന് വെച്ചാൽ 20 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടി. അതാണ് നമ്മുടെ കൺസ്യൂമർ സർപ്ലസ്. നമ്മൾ 100 രൂപ കൊടുക്കാൻ റെഡി ആയിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയത് 50 രൂപയ്ക്ക് കിട്ടി. സോ 20 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് ലെസ്, അല്ലെങ്കിൽ അത്രയും നമുക്ക് ബാക്കിയുണ്ട്. അതിനാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ഇതിൻ്റെ റിലേഷൻഷിപ്പ് വളരെ രസകരമാണ്. കാരണം ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ്. പിന്നെ അത് ഏത് സാധനം മാറിയാലോ എന്ന് വെച്ചാൽ കൺസ്യൂമർ സർപ്ലസ് മാറും. യൂട്ടിലിറ്റി മാറി, യൂട്ടിലിറ്റി കുറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് കുറയും. മാർക്കറ്റ് പ്രൈസ് കൂടി, അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് കുറഞ്ഞു. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി പർച്ചേസ്, അതായത് ക്വാണ്ടിറ്റി പർച്ചേസ്ഡോ ക്വാണ്ടിറ്റി കൺസ്യൂംഡോ ഒക്കെ കൂടി, ബൈയിങ് കൂടി, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു, കൺസ്യൂമർ സർപ്ലസ് കുറഞ്ഞു. ഇത് മൂന്നും റിലേറ്റഡ് ആണ്. ഇതിനകത്ത് ഏത് മാറിയാലും കൺസ്യൂമർ സർപ്ലസ് മാറും. മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസായിട്ട് ഈക്വൽ ആകുമ്പോഴാണ് ദർ ഇസ് നോ കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ രണ്ടാമത്തെ തിയറിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള രണ്ടാമത്തെ തിയറി. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ആദ്യത്തെ മാർഷലിൻ്റെ ആയിരുന്നെങ്കിൽ രണ്ടാമത്തത് ഹിഗ്സ് ആൻഡ് അലൻ്റെ ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ നമ്പേഴ്സ് വെച്ച് പറ്റില്ല, കാർഡിനൽ നമ്പേഴ്സ് വെച്ച് പറ്റില്ല, അത് 1 2 3 വെച്ച് പറ്റില്ല, പക്ഷേ ഓർഡിനൽ നമ്പേഴ്സ് പറ്റും. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ. അപ്പോൾ കമ്പാരിറ്റീവായിട്ട് റിലേറ്റീവായിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. ഇതിനകത്ത് പുള്ളി പറഞ്ഞ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ ആ ഒരു കർവിൽ രണ്ട് ഗുഡ്സ് ആയിരിക്കും ഉള്ളത്, എക്സ് വൈ, അല്ലാതെ പ്രൈസ് ഡിമാൻഡ് ഒന്നുമല്ല. ഇതിനകത്ത് 2 ഗുഡിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും മെഷർ ചെയ്യുക. അപ്പോൾ ഈ കർവിൽ, ഇൻഡിഫറൻസ് കർവിൽ വരുന്ന എല്ലാ പോയിന്റുകളിലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇതാണ് പുള്ളി പറഞ്ഞത്. ഈ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതിന് കാരണം നമ്മൾ പഠിച്ചു, ഡിക്രീസിങ് MRS അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. കാരണം ഒരു ഗുഡ് നമുക്ക് കൂടും, മറ്റേ ഗുഡ് നമ്മൾ വീട്ടു കൊടുത്തേ പറ്റും. അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ കാര്യം. അപ്പോൾ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് പ്ലോട്ട് ചെയ്യുന്നത്. കുറേ ഇൻഡിഫറൻസ് കർവുകളുള്ളതിന് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. പറഞ്ഞു ഇൻഡിഫറൻസ് കർവിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഡിക്രീസിങ് MRS കൊണ്ടാണ്. ഡിക്രീസിങ് MRSന് കാരണം ഒന്ന് നമ്മുടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റാണ്, പിന്നെ 2 ഗുഡ്സും ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ല എന്നുള്ളതാണ്, ഈ 2 ഗുഡ്സും. അതേപോലെ മൂന്നാമതെന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മൾ കൂട്ടുമ്പോൾ മറ്റേത് കുറച്ചെങ്കിലും മാത്രമേ സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിട്ട് നിൽക്കുള്ളൂ. ഇനി പ്രോപ്പർട്ടി ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. സോ ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, സ്ലോപ്പ് നെഗറ്റീവാണ്. അതുപോലെ ഈ ഷേപ്പ് ഇറ്റ് ഇസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. പിന്നെ അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കോഴ്സ് ഫുള്ള് മലയാളത്തിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ട് നോക്കാം. പിന്നെ നമ്മൾ സാധാരണ ടെക്സ്റ്റിൽ ഉള്ളതുപോലെ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങനെ എടുത്ത് ഛർദ്ദിക്കുകയല്ല നമ്മുടെ കോഴ്സിൽ. അതിനകത്ത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനുള്ള ടിപ്സും ട്രിക്സും എല്ലാം ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4-5 പേജുകളെല്ലാം ഒറ്റ സ്ലൈഡിൽ നിങ്ങൾക്ക് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാം. പിന്നെ ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഷേപ്പ് കോൺവെക്സ് ആണ്. ഇനി പല ടൈപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ MRS ഡിക്രീസിങ് ആകുമ്പോൾ നമുക്ക് ഇതായിരിക്കും ഷേപ്പ്, MRS കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതായിരിക്കും ഷേപ്പ്.
സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി MRS ഇൻക്രീസിങ് ആണെങ്കിൽ ഇതാണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഈ പെർഫെക്റ്റ് കോംപ്ലിമെൻ്ററി ആണ് എന്നുണ്ടെങ്കിൽ അത് 2 ലൈനായിട്ട് മാറും. ഇപ്പോൾ ഷൂവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ. പിന്നെ ഡിഫറൻസ് കർവുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അത് പാരലൽ ആവണം എന്ന് നിർബന്ധമില്ല. അതേപോലെ ഹയർ ഇൻഡിഫറൻസ് കർവ്, ഇപ്പോൾ മാപ്പിലാണെങ്കിൽ ഹയർ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇത് പാരലൽ ആവണം നിർബന്ധമില്ല, പക്ഷെ ഒരിക്കലും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അതുപോലെ ഇത് ഒരിക്കലും ആക്സിസ് ടച്ച് ചെയ്യില്ല. ഇങ്ങനെയല്ല ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക, ഇങ്ങനെയാണ്, ആക്സിസ് ടച്ച് ചെയ്യില്ല. ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കണം, എന്താണെന്ന് മനസ്സിലാക്കണം. അടുത്ത അസംഷൻ. നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ കസ്റ്റമർ റാഷണലാണ്, ഹി ഹാസ് ഫുൾ ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് അസംഷൻ. പിന്നെ ഓർഡിനലായിട്ടാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഗുഡ്സും ഹോമോജൻസ്, ഒരുപോലെ ഇരിക്കുന്നതാണ്, ഡിവിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കൺസ്യൂമറിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ചോയ്സും ഒക്കെയാണ്. പക്ഷേ ഇൻകം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കോംപ്ലിമെൻറ്റാരിറ്റി, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, അതൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് മൈക്രോ ഇക്കണോമിക് ക്യാരക്ടറാണ്, ഇൻഡിവിജ്വലിനെ കുറിച്ചല്ലേ പറയുന്നതുകൊണ്ട്. അതുപോലെ കസ്റ്റമർ സംബന്ധിച്ചിട്ട് 2 ഗുഡ്സേ ഉള്ളൂ, പക്ഷേ 2 കൂടുതൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓർഡർ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ ഇറാഷണലായിട്ട് ബിഹേവ് ചെയ്യാം. പിന്നെ മാർജിനൽ യൂണിറ്റി ഓഫ് മണി കാര്യം ഇവിടെ അവർ കോൺസ്റ്റൻറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഡിസഡ്വാൻറ്റേജ് ഇല്ല. പിന്നെ കസ്റ്റമറിന് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എല്ലാം ഫേസ് ചെയ്യും. അതുപോലെ ഇത് ശരിക്കും ഓർഡറിലും കാട്ടുന്ന വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസം ഇല്ല, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഒന്ന് ഓർഡിനലായിട്ട് മെഷർ ചെയ്യാമെന്ന് പറയുമ്പോൾ മറ്റൊരു കാർഡിനലായിട്ട് മെഷർ ചെയ്യാം. ഒരെണ്ണം DMU ആണെങ്കിൽ ഒരെണ്ണം MRS, ഒരെണ്ണം യൂട്ടിലിറ്റി ആണെങ്കിൽ ഒന്നും പ്രിഫറൻസ്, വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് 3 കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ള ഓർഡിനലിൽ. ഒന്ന് ഇൻഡിഫറൻസ് കർവ്, പിന്നെ ബഡ്ജറ്റ് ലൈൻ, പിന്നെ ഓർഡിനൽ അനാലിസിസ്. അപ്പോൾ യൂസസ് പറഞ്ഞാൽ മറ്റത് പറഞ്ഞ പോലെ നമുക്ക് കൺസംഷൻ നമുക്ക് അറിയാൻ പറ്റും. ഏത് കമോഡിറ്റീസാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻഡിവിജ്വൽസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് റിയാലിറ്റിയിലെന്ന് അറിയാൻ പറ്റും. കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാക്സേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏത് ഗുഡ്സാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റും. ഇനി വ്യത്യാസം, ഒന്ന് കാർഡിനൽ മെഷർ ചെയ്യാമെന്ന്, ഒന്ന് ഓർഡിനൽ. അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി, ഇവരും നമുക്കറിയാം മാർഷൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആവുന്ന, മറ്റേ പറഞ്ഞു കോൺസ്റ്റൻറ്റ് ആവില്ല എന്ന്. ഇവിടെ 2 കമോഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു കമോഡിറ്റി ഉള്ളൂ. ഇവിടെ ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എല്ലാം ഉണ്ട്. ഇതൊന്നും ഇവിടെ ഒന്നുമില്ല, മാർഷലിലൊന്നും അതൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ, കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇൻഡിഫറൻസ് കർവ് കൂടി വരുന്നത്. ഇനി ഇതിൻ്റെ ബേസിസിലാണ് ICC എല്ലാം വരുന്നത്. ഇതൊക്കെ ഇൻകത്തിൻ്റെ ഇഫക്റ്റാണ് പറയുന്നത്. സോ ഇവിടെ വെൽഫെയർ ഇഫക്റ്റ് ഓൺ സൊസൈറ്റി പറയുന്നുണ്ട്, മറ്റേത് വെൽഫെയർ ഇഫക്റ്റ് പറയുന്നില്ല. ഇനി ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോലത്തെ സാധനമാണ്, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് പറയുന്നത് 2 ഗുഡ്സിൻ്റെ. പക്ഷേ ബഡ്ജറ്റ് ലൈനിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ നമുക്കൊരു മാസം 100 രൂപയാണെങ്കിൽ ആ 100 രൂപയിൽ നിന്നുകൊണ്ട് നമുക്ക് ഏത് കോമ്പിനേഷൻ ഓഫ് ഗുഡ് വാങ്ങിക്കാൻ പറ്റും, X എത്ര വാങ്ങിക്കാൻ പറ്റും, Y എത്ര വാങ്ങിക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഇവിടെ ഇൻഡിഫറൻസ് കർവിൽ Xൻ്റെ സാറ്റിസ്ഫാക്ഷനും Yയുടെ സാറ്റിസ്ഫാക്ഷനും ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ ഫൈൻ, നമുക്ക് K വേണമെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാം, പക്ഷെ അപ്പോൾ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇനിയിപ്പോൾ H വേണമെങ്കിൽ നമുക്ക് കിട്ടില്ല, കാരണം നമ്മൾ ബഡ്ജറ്റിന് പുറത്താണ്. ബഡ്ജറ്റിൻ്റെ മുകളിലുള്ള ലൈനിലാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പിന്നെയുള്ളതാണ് നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിൾ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പൊസിഷൻ. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് കസ്റ്റമർ പോവുകയില്ല, അതിൻ്റെ താഴേക്ക് വരില്ല, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതെപ്പോഴാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇസ് ടാൻജൻറ്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ആ പോയിന്റിലാണ് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം കിട്ടുന്നത്. സോ ഇനി അങ്ങോട്ട് മുഴുവൻ നമുക്കിത് പഠിക്കാനുള്ളതുകൊണ്ട് നമ്മളിത് ഓർത്ത് വയ്ക്കണം. അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസ് ആകുമ്പോൾ കൺസ്യൂമർ സർപ്ലസ് ഇല്ല. സോ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ പ്രൈസ് ആണ് കാണിക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് യൂട്ടിലിറ്റി ആണ് കാണിക്കുന്നത്. സോ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് XY ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് XY. ഇനി നമ്മൾ പറയുന്നത് ICC PCC സ്ഥിരം ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന് മുകളിലുള്ള ഇൻകത്തിൻ്റെ ഇഫക്റ്റ് ആണ് ICC,
അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര കൺസ്യൂമർ എക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കുന്നു, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എവിടെയാണ് കൺസ്യൂമർ അറ്റൈൻ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നമ്മുടെ ICC കർവ്. അപ്പോൾ അതെപ്പോഴും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ എക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ രണ്ട് സാധനം നമ്മൾ വരയ്ക്കണം, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും. ഇൻകം കൂടുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ബഡ്ജറ്റ് കൂടും. സോ പുതിയ ബഡ്ജറ്റ് ലൈനിലേക്ക് വരും. അപ്പോൾ അതിനെ ടച്ച് ചെയ്യുന്ന പുതിയ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഇൻഡിഫറൻസ് കർവ്. അങ്ങനെയുള്ള ഇൻഡിഫറൻസ് കർവുകളെ ടച്ച് ചെയ്യുന്ന ലൈനാണ് ICC, ഇൻഡിഫറൻസ് ഇൻകം കൺസംഷൻ കർവ്. ഇൻകം കാരണം കൺസംഷൻ കർവുകൾ എങ്ങനെ മാറുന്നു? നേരെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് മാറുക. ഇനി എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ എക്സാക്ട്ലി പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നമ്മുടെ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിൾ ഇട്ട്, ടെക്സ്റ്റിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, എക്സാമ്പിൾ ഇട്ട് നിങ്ങൾ വരച്ച് കാണിക്കുന്നുണ്ട്. അത് വേണം, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് റെഫർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അടുത്ത പഠിക്കാനുള്ള ICC എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതാണ്. സോ ഗുഡ്സ്, ഈ രണ്ട് ഗുഡ്സിന് നമ്മൾ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും വരയ്ക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും രണ്ടെണ്ണത്തിനും ബഡ്ജറ്റ് ലൈൻ ആണെങ്കിൽ X&Y ആക്സിസിൽ ഗുഡ്സ് ആണ്, ഇൻഡിഫറൻസ് കർവിലാണെങ്കിൽ X&Y ആക്സിസിൽ ഗുഡ്സ് ആണ്. അപ്പോൾ നമുക്ക് X&Y ആക്സിസിൽ ഗുഡ്സ്, ഈ ഗുഡ്സിനെ മാറ്റി മാറ്റി നോക്കും IC കർവിന് എന്ത് സംഭവിക്കും, ICCക്ക് എന്ത് സംഭവിക്കുന്നു നോക്കും. രണ്ടും നോർമൽ ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ICCക്ക്? രണ്ടും നോർമൽ ഗുഡ്സ് ആണ്, അത് മാത്രമല്ല രണ്ടിനും സെയിം ഇലാസ്റ്റിസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കർവ് ഇങ്ങനെ ഇരിക്കും, അതായത് ഒറിജിനൽ ടച്ച് ചെയ്തിരിക്കും. അതേസമയം ICC, അതായത് രണ്ട് ഗുഡ്സ് ഉണ്ട്, ഒരു ഗുഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്, അതായത് ഒരു ഗുഡ് ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുതൽ ചേഞ്ച് ചെയ്യും. അങ്ങനെ ആ ഗുഡിൻ്റെ ഭാഗത്തേക്കായിരിക്കും ICC സ്ലോപ്പ് ചെയ്യും. ഇപ്പോൾ Xനാണ് കൂടുതൽ, അപ്പോൾ Xൻ്റെ ഭാഗത്തേക്കായിരിക്കും സ്ലോപ്പ് ചെയ്യും. അതേപോലെ തന്നെ രണ്ടും നോർമൽ ഗുഡാണ്, പക്ഷേ Y ആണ് കൂടുതൽ ചേഞ്ച് ചെയ്യുന്നത്, ഇൻകം ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ Yയുടെ ഭാഗത്തേക്കായിരിക്കും മാറാം. അപ്പം അതും എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കോഴ്സിൽ കേൾക്കാം. അടുത്തത് നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്. അപ്പോൾ ഈ കേസിൽ എന്ന് വെച്ചാൽ നോർമൽ ഒരെണ്ണം X ആക്സിസിൽ നോർമലും മറ്റേത് ഇൻഫീരിയറും ആണ്. ഇൻഫീരിയർ എന്ന് വെച്ചപ്പോൾ നമുക്ക് ഇൻകം അനുസരിച്ച് അതിന് കാര്യമായിട്ട് അനക്കം ഉണ്ടാവില്ല, അതാണ് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ് വേറെയാണ്, ഗിഫ്റ്റ് ഗുഡ് വേറെയാണ്, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡാണ്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV യും നമ്മുടെ എന്താ പറയുന്നത് കളർ TV, LED TVന്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVന് നമ്മൾ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയും. ഇൻകം കൂടുന്നതനുസരിച്ച് അത് കൂടില്ല, അതാണ്. അപ്പോൾ നോക്കൂ, ഇത് ഇൻഫീരിയർ ഗുഡിൻ്റെ സൈഡിലേക്കാണ് സ്ലോപ്പ് ചെയ്യുക. ഇനി ഇതേ കേസിൽ തന്നെ നോർമൽ ഇൻഫീരിയർ ആവുമ്പോൾ തന്നെ ഒരെണ്ണത്തിനകത്താണ് കൂടുതലെങ്കിൽ, അതായത് ഏതെങ്കിലും നോർമൽ ഇൻഫീരിയർ ആവുമ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ ഭാഗത്തേക്കാണ് ഇത് ചായുന്നത്. കാരണം നോർമൽ ഗുഡിൻ്റെ ഭാഗത്തേക്കാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് X എന്ന് പറയുന്നത് ഹയർ ആണ്. അപ്പോൾ അടുത്ത കേസ് എന്ന് വെച്ചാൽ നോർമൽ ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്, രണ്ട് ഗുഡ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഏത് സൈഡിലേക്കാണ് പോകുക എന്നുള്ളത്, നോർമലാണ് കൂടുതൽ ഇൻകം ഇലാസ്റ്റിസിറ്റി, അപ്പോൾ നോർമലിൻ്റെ സൈഡിലേക്കാണ് പോവുക. ഇനി ഇൻഫീരിയർ നോർമൽ അങ്ങനെ എന്നുണ്ടെങ്കിൽ നോർമലിൻ്റെ സൈഡിലേക്ക്, കാരണം നോർമലിലാണ് കൂടുതൽ ഇൻകം ഇലാസ്റ്റിസിറ്റി. അതേപോലെ തന്നെ ഇൻഫീരിയർ നോർമൽ ആണ്, പക്ഷേ ഇൻഫീരിയറിനാണ് കൂടുതൽ ഇൻകം ഇലാസ്റ്റിസിറ്റി എങ്കിൽ ആ സൈഡിലേക്ക് തന്നെ പോകുള്ളൂ. ഇൻകം ഇലാസ്റ്റിസിറ്റി എങ്ങോട്ടാണോ ആ സൈഡിലേക്കായിരിക്കും കൂടുക. അപ്പം ഇലാസ്റ്റിസിറ്റി അനുസരിച്ച് നമുക്ക് ഷേപ്പ് പറയാൻ പറ്റും. യൂണിറ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി ഒറിജിനൽ ടച്ച് ചെയ്യുന്ന. അതേസമയം ഫ്ലാറ്റർ ആവും തോറും ഇൻകം ഇലാസ്റ്റിസിറ്റി ഹൈ ആണെന്നർത്ഥം. ഇൻകം ഇലാസ്റ്റിസിറ്റി ലോ ആണെങ്കിൽ അത് കൂടുതൽ സ്റ്റീപ്പ് ആവും. അതേപോലെ തന്നെ സപ്പോസ് X ഗുഡിന് ഒരു ഇലാസ്റ്റിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. അതേസമയം Y ഗുഡിനാണ് ഒരു അനക്കമില്ലാത്തത് ഇൻകം മാറുമ്പോൾ എങ്കിൽ ന്യൂട്രൽ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ ICC ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഇനി നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, ഇത് ബാക്കിലേക്ക് പോകുന്ന സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പം പിന്നെ അടുത്തുള്ള PCC, അതായത് പ്രൈസ് മാറുമ്പോൾ എങ്ങനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് സാധനങ്ങൾ വേണം, നമുക്ക് രണ്ടെണ്ണം വരയ്ക്കണം. അതിനകത്ത് നമ്മുടെ ബഡ്ജറ്റ് ലൈനും വരയ്ക്കണം, ഇൻഡിഫറൻസ് കർവും വരയ്ക്കണം. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ബഡ്ജറ്റ് ലൈൻ ഇവിടെ പാരലലായിട്ടല്ല, നോൺ പാരലലായിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. കാരണം നമ്മളിവിടെ പ്രൈസിൻ്റെ ഇഫക്റ്റ് പഠിക്കുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും. അതായത് ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, രണ്ടാമത്തെ ഗുഡ് X ഉണ്ട് Y ഉണ്ടല്ലോ,
അപ്പോൾ നമ്മൾ എക്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. വൈയുടെ ഗുഡ് അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ വൈയുടെ ഡിമാൻഡ് അങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എക്സിൻ്റെ പോർഷൻ മാത്രമേ, ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കും. അതുകൊണ്ടാണ് നോൺ പാരലായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റായിട്ട് പല കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോൺ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ PCC ഈസ് അഗെയിൻ അപ്വേർഡ് സ്ലോപ്പിംഗ്. അതേപോലെ തന്നെ PCC ഗുഡിൻ്റെ ടൈപ്പ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞാൽ എക്സും വൈയും മാറിക്കഴിയുമ്പോൾ അതിനനുസരിച്ച് PCCയുടെ ഷേപ്പ് മാറും. അപ്പോൾ സാധാരണ പോലത്തെ നോർമൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ PCC ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അതേസമയം അപ്വേർഡ് സ്ലോപ്പ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതേസമയം രണ്ടും നോർമൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ഒരെണ്ണം കൂടുമ്പോൾ മറ്റതും കൂടാണ്ട് നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ PCC ഇതുപോലെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ PCC ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഒരെണ്ണം കൂടുമ്പോൾ ഒരെണ്ണം കുറയണം. അതേസമയം ഗിഫിൻ ഗുഡാണ്, അതായത് ഒരു ഗുഡ് അനങ്ങാതിരിക്കുന്നു, ഒരു എക്സിൻ്റെ യൂണിറ്റ് അനങ്ങാതിരിക്കുന്നു. വൈ ആണെങ്കിൽ ഗിഫിൻ ഗുഡാണ്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല. ഗിഫിൻ ഗുഡിൽ ഇൻകം മാറുമ്പോൾ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല. ന്യൂട്രൽ ഗുഡ്സ് ആണ്, നമ്മൾ നെസസിറ്റി ഗുഡ്സ് പോലത്തെ സാധനങ്ങളാണ്, എന്തായാലും ആൾക്കാർ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ കിട്ടും. ഇനിയല്ല നമ്മൾ ഇനി എക്സ് ആണ് ഗിഫിൻ ഗുഡായിട്ട് നമ്മൾ മാറ്റുന്നത്, വൈ നമുക്ക് നോർമൽ ഗുഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്വേർഡ് സ്ലോപ്പിംഗ് പോലെ, അതായത് വെർട്ടിക്കലായിട്ടുള്ളൊരു ലൈനായിരിക്കും കിട്ടുക. അടുത്തത് ഉള്ളത് ഡെറിവേഷൻ. PCC നമുക്ക് ഡിമാൻഡ് കർവ് ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം PCC രണ്ട് സാധനമുണ്ട്, ബഡ്ജറ്റ് ലൈനുണ്ട്, ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ പ്രൈസ് കിട്ടുന്നത്. അതേസമയം ഇവിടെ ഓൾറെഡി ക്വാണ്ടിറ്റി കിടപ്പുണ്ട്. ആ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് താഴേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടും. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡിന് കിട്ടുമ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് കിട്ടും. ഇനി ഉള്ളതെന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്തുകൊണ്ട് കുറയുന്നു, അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ ഡിമാൻഡ് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഹിഗ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ഹിഗ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രൈസ് കുറഞ്ഞ പ്രൈസിൽ അയാളുടെ ഇൻകത്തിനൊരു വ്യത്യാസമില്ല, അയാൾക്ക് 100 രൂപ തന്നെയാണ് ഇൻകം എങ്കിൽ പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് ഒരു ഗുഡ് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻകത്തിൽ നിന്നുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ സാധനത്തിൻ്റെ കസ്റ്റമേഴ്സ് കൂടുതൽ ഗുഡ്സ് വാങ്ങിക്കുന്നു. അതേ ഇൻകത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ ഗുഡ്സ് വാങ്ങിക്കുന്നു. സോ കൂടുതൽ ഗുഡ്സ് വാങ്ങിച്ചാൽ ഡിമാൻഡ് കൂടും. ഇനി എന്താ സംഭവിക്കും, ചില ആൾക്കാർ ഈ 100 രൂപ തന്നെ എനിക്കുള്ളൂ, പക്ഷേ പ്രൈസ് കമോഡിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ അവർ കൂടുതൽ വാങ്ങിക്കില്ല. അപ്പോൾ അവരങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ അവർക്ക് പകരം വേറെ ആൾക്കാർ വരും. അപ്പോൾ ഒരു സാധനത്തിന് വില കുറഞ്ഞു കഴിയുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ വിലയേക്കാളും ഇതിന് വില കുറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗുഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ കസ്റ്റമേഴ്സ് വരും. അപ്പം അങ്ങനെയും ഡിമാൻഡ് കൂടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ടും ഇൻകം ഇഫക്റ്റ് കൊണ്ടും നമ്മുടെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണ് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വേർതിരിക്കാൻ പറ്റും, അതായത് പ്രൈസ് കുറയുമ്പോൾ ഇൻകം ഇഫക്റ്റ് കൊണ്ട് എത്രത്തോളം ഡിമാൻഡ് കൂടുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് എത്രത്തോളം ഡിമാൻഡ് കൂടുന്നു നമുക്ക് അറിയണമെങ്കിൽ നമുക്കതിനെ ഡീകമ്പോസ് ചെയ്യണം. ഇതിനെ രണ്ടാക്കി മാറ്റണം. അതിനുള്ള മെത്തേഡ് ഹിഗ്സും കണ്ടുപിടിച്ചിരുന്നു, ഹിഗ്സ് ആൻഡ് ആരോയും കണ്ടുപിടിച്ചിരുന്നു, സ്ലട്സ്കിയും കണ്ടുപിടിച്ചിരുന്നു. നമുക്ക് ഹിഗ്സിൻ്റെ മെത്തേഡ് മാത്രമേ ഉള്ളൂ. സോ ഹിഗ്സിയൻ ഡീകമ്പോസിഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ഈ ഇൻകം ഇഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഒരു ഇൻഡിഫറൻസ് കർവിൽ നിന്ന് മറ്റേ ഇൻഡിഫറൻസ് കർവിലേക്ക് ചാടുന്നതാണ് ഇൻകം ഇഫക്റ്റ്. നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ICC ഇരിക്കുന്ന പോലെ. അതേസമയം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആകുമ്പോൾ ഒരേ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പോകുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളതെല്ലാം നമ്മൾ കോഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. അതുപോലെ തന്നെ ഈ ഹിഗ്സിയൻ ഡീകമ്പോസിഷനിൽ ഇവരെങ്ങനെയാണ് ഇത് ഡീകമ്പോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മളെന്ന് വെച്ചാൽ PCC ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. സോ PCC ഇങ്ങനെയാണ് ഇരിക്കുക. കുറച്ചും കൂടി ഓക്കെ. അപ്പോൾ PCC ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നു. ആദ്യത്തെ പ്രൈസ് ഇങ്ങനെ നിന്നു, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇവിടെ നിന്നു, ഇൻഡിഫറൻസ് കർവ് നിന്നു. അടുത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ മാറും, നമ്മുടെ
ഇൻഡിഫറൻസ് കർവ് മാറും. നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഡിമാൻഡ് കൂടിയതെന്ന് നമ്മൾ ഡീകമ്പോസ് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇൻകം കൂടിയല്ലോ, പ്രൈസ് കുറഞ്ഞപ്പോൾ ഇൻകം കൂടിയല്ലോ. അപ്പോൾ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ചേർന്നിട്ടല്ലേ പ്രൈസ് ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻകം ഇഫക്റ്റ് മാത്രം ഐസൊലേറ്റ്, ഇൻകം ഇഫക്റ്റിനെ കട്ട് ചെയ്യുക. ഇൻകം ഇഫക്റ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടാക്സ് അപ്ലൈ ചെയ്യുക. ടാക്സ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഇൻകം കുറയും. ഇൻകം കുറഞ്ഞ് ആൾ പഴയ ഇൻഡിഫറൻസ് കർവിലേക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന രീതിയിൽ നമ്മളിതിനെ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ട്, അതായത് ഈ ലൈനിന് പാരലായിട്ട് തന്നെ നമ്മളൊരു ലൈൻ വരയ്ക്കും. അപ്പോൾ ഒരു പുതിയ ഒരു ഇക്വിലിബ്രിയം നമുക്ക് പോയിന്റ് കിട്ടും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ടാക്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇൻകം ഇഫക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മാത്രം ഐസൊലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ നോർമൽ ഗുഡ്, 3 ഗുഡ്സിൻ്റെ കാര്യം നിങ്ങൾ പഠിക്കണം. നോർമൽ ഗുഡ്, ഗിഫൻ ഗുഡ്, അതുപോലെ ഇൻഫീരിയർ ഗുഡ്. ഇത് 3ഉം വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കോഴ്സ് കേട്ട് നോക്കുക. ചാപ്റ്റർ വൈസും വേണമെങ്കിൽ കേൾക്കാം, നിങ്ങൾക്ക് അത് മാത്രം മതിയെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 10 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇക്വേഷൻ വഴി നമ്മൾ പറയണം, അതേപോലെ തന്നെ ഗ്രാഫ് വഴി നമ്മൾ പറയണം. ഇപ്പോൾ നോർമൽ ഗുഡിൻ്റെ കേസിലാവുമ്പോഴത്തേക്കും ഇൻകം ഇഫക്റ്റും നമ്മുടെ ഡിമാൻഡിനെ കൂട്ടും, അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഡിമാൻഡിനെ കൂട്ടും. അപ്പോൾ രണ്ടും കൂട്ടുന്നത് കൊണ്ട് ഇൻകം ഇഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് രണ്ടും നമ്മുടെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡിനെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇത്രയും കൂട്ടുന്നുണ്ട്, ഇൻകം ഇഫക്റ്റ് ഇത്രയും കൂട്ടുന്നുണ്ട്. രണ്ടും കൂടിയാണ് പ്രൈസ് ഇഫക്റ്റ് വരുന്നത്. ആ സമയം ഇൻഫീരിയർ ഗുഡ്, ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പോലത്തെ കേസാകുമ്പോൾ രണ്ടും 2 ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈസ് ഇഫക്റ്റ് കാരണം ഡിമാൻഡ് കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം ഇഫക്റ്റ് ഡിമാൻഡിനെ കുറയ്ക്കുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡിനെ കൂട്ടുകയാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൂടുതലായതുകൊണ്ട് റേഷ്യോ ടു നമ്മുടെ ഡിമാൻഡ് ഫൈനലി കൂടുകയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഇക്വിലിബ്രിയം ഇതായിരുന്നു, പിന്നത്തെ ഇക്വിലിബ്രിയം ഇതാണ്, പിന്നെ നമ്മൾ ഹിഗ്സിൻ ഡീകമ്പോസിഷന് വേണ്ടി നമ്മൾ പാരലൽ ലൈൻ വരച്ച് കിട്ടിയ ഇക്വിലിബ്രിയം ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇത്രയും ഇൻകത്തിനെ കൂട്ടുന്നുണ്ട്, പക്ഷേ ഇൻകം ഇഫക്റ്റ് ഇത്രയും ഇൻകത്തിനെ കുറയ്ക്കുകയാണ്. അപ്പോൾ ഫൈനലി പ്രൈസ് ഇഫക്റ്റ് ഇത്രയേ കൂടുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈവനിലേക്ക് പോകുന്നതാണ്, ഇൻഡിഫറൻസ് കർവുകൾ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരേ ഇൻഡിഫറൻസിൽ ഇങ്ങനെ മാറുന്നതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി ഗിഫൻ ഗുഡ് ആകുമ്പോഴത്തേക്കും നെസസിറ്റീസാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പ്രൈസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് കുറയും. അപ്പോൾ ഡിമാൻഡ് കുറയും. എന്ത് കാരണം കൊണ്ടാണ് ഡിമാൻഡ് കുറയണം? ഇൻകം ഇഫക്റ്റ് ആണോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണോ ഡിമാൻഡിനെ കുറയ്ക്കുന്നത്? ഓക്കെ, ഇൻകം ഇഫക്റ്റ് ഡിമാൻഡിനെ കുറയ്ക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഡിമാൻഡിനെ കൂട്ടുകയാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഇൻകം ഇഫക്റ്റ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ ഡിമാൻഡ് കുറയുക മാത്രമേ ഉള്ളൂ. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയുകയാണ്. ഇത് ഈ സാധനം ഓർത്തിരിക്കാനുള്ള വഴി ഞാൻ പറയുന്നുണ്ട് കോഴ്സിൽ. നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പെട്ടെന്ന്, കൺഫ്യൂഷൻ അല്ലാതെ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ പ്രൈസ്, അതായത് ആദ്യത്തെ നമ്മുടെ ആയിരുന്നു, അടുത്തത് പ്രൈസ് കുറഞ്ഞപ്പം ഡിമാൻഡ് കുറയുക, ബാക്കിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇതിന് ഇൻക്രീസ് ചെയ്തിട്ട് പോലും ഇൻകം ഇഫക്റ്റ് ഇതിന് റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഡിമാൻഡിന് ഇൻകം ഇഫക്റ്റ് കൂടുതലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും. അതുകൊണ്ട് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും ഡിമാൻഡും ഇൻക്രീസ് ചെയ്തു, പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡും ഡിക്രീസ് ചെയ്തു. ഗിഫൻ ഗുഡ് ഇത് വയലേറ്റ് ചെയ്യും, എപ്പോഴും കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി. അതായത് ഏതെങ്കിലും ഒരു ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻ്റ് അനുസരിച്ച് നമ്മുടെ ഡിമാൻഡിന് എത്ര ചേഞ്ച് വരുന്നുണ്ട്, എത്രത്തോളം ഡിമാൻഡ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഡിമാൻഡ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതല്ല, എത്രത്തോളം ഡിമാൻഡ് ഏത് ഡയറക്ഷനിലായിക്കോട്ടെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിമാൻഡ് എത്രത്തോളം പ്രൈസിന് റെസ്പോണ്ടിങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇൻകത്തിന് അനുസരിച്ച് മാറുന്നു എന്നുള്ള ഇൻകം ഇലാസ്റ്റിസിറ്റി, മറ്റേ ഗുഡിൻ്റെ പ്രൈസിനനുസരിച്ച് മാറുന്നു എന്നുള്ള ക്രോസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ് അനുസരിച്ച് മാറുന്നു എന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ ഒരു 4-5 കേസ് പഠിക്കാനുണ്ട്. അപ്പോൾ സിമ്പിളാണ് ഓർത്തിരിക്കാൻ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അതായത് ഫസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ആ പേര് കേൾക്കുമ്പോൾ അറിയാം, ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ പ്രൈസ് ഡിമാൻഡ് കർവ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഡിമാൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രൈസിലൊരു ചെറിയ ചേഞ്ച് വരുമ്പോഴത്തേക്കും ഡിമാൻഡ് കീപ്സ് ഓൺ ചേഞ്ചിങ്. പ്രൈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഡിമാൻഡ് എല്ലാ കേസിലും മാറിക്കൊണ്ടിരിക്കും. അതേസമയം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വെച്ചാൽ ഡിമാൻഡിന് ഒരു അനക്കമില്ല. പ്രൈസ് എത്ര മാറിയാലും ഡിമാൻഡ് അനങ്ങാതിരിക്കും. എസെൻഷ്യൽ ഗുഡ്സ് ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. അതുപോലെ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രൈസ്
ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് എത്ര ചേഞ്ച് ചെയ്യുന്നു, പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന അത്രയും തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പ്രൈസ് 10% കൂടിയാൽ ഡിമാൻഡ് 10% കൂടും. അതാണ്. അതേസമയം റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രൈസ് ഒരു 5% ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഒരു 10% ചേഞ്ച് ചെയ്യും. പ്രൈസിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്. സോ ഇലാസ്റ്റിസിറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് ഇലാസ്റ്റിസിറ്റി കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് ഫ്ലാറ്റർ ആവും. അതേസമയം ഇവിടെ നോക്കുക, ഇലാസ്റ്റിസിറ്റി കുറവാണ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. സോ പ്രൈസ് ഒരു 10% കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് അതിലും കുറച്ചേ കൂടുള്ളൂ. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഓൾമോസ്റ്റ് അതുപോലെയാണ്. ഗിഫിൻ ഗുഡ് ആകുമ്പോൾ ഇത് വയലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. അതേപോലെ മെത്തേഡ്സ് 4 മെത്തേഡ്സ് ആണുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡിന്. 2 നമ്മുടെ ഇക്വേഷൻ, 2 ഗ്രാഫ്. അപ്പോൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഡെൽറ്റ ക്യൂ ബൈ Q0 ബൈ ഡെൽറ്റ പി ബൈ P0. ഇതാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എക്സ്പെൻഡിച്ചർ യൂസ് ചെയ്തിട്ടാകുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കുന്നു, പ്രൈസ് നമ്മൾ നോക്കുന്നു, എക്സ്പെൻഡിച്ചർ നമ്മൾ നോക്കുന്നു. മറ്റേതിനകത്ത് നമ്മൾ പ്രൈസും ഡിമാൻഡും തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ പ്രൈസും എക്സ്പെൻഡിച്ചറുമാണ്. അപ്പോൾ പ്രൈസും എക്സ്പെൻഡിച്ചറും കോൺസ്റ്റൻ്റ് ആയാൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അതേസമയം പ്രൈസും എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇലാസ്റ്റിക്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇൻഇലാസ്റ്റിക്. അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ജോമെട്രിക് മെത്തേഡ്, പോയിന്റ് മെത്തേഡ്. ഇത് 2 മെത്തേഡ്സും, പോയിന്റ് മെത്തേഡ് ആവട്ടെ ആർക്ക് മെത്തേഡ് ആവട്ടെ, രണ്ടും പോയിന്റ് ഇലാസ്റ്റിസിറ്റി, അത് ചെറിയ ഡിഫറൻസസ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചെറിയ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് എന്താ വെച്ചാൽ ലോവർ സെക്ഷൻ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യണം. കാരണം ഇതാണല്ലോ, ആർക്കാണല്ലോ, അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡാണല്ലോ. പ്ലോട്ട് ചെയ്തിട്ട് ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ ലോവർ സെക്ഷൻ അളക്കുക ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ. ഇനി ഒരു ആർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ടാൻജൻറ്റ് വരച്ചിട്ട് വേണം ആ ഒരു പോയിന്റിൽ ലോവർ സെക്ഷൻ ഡിവൈഡ് ബൈ അപ്പർ സെക്ഷൻ കണ്ടുപിടിക്കാം. ഇനി ആർക്ക് മെത്തേഡാണ്. ഇങ്ങനെ ഈ ഒരു ആർക്കിൻ്റെ മുകളിൽ ഒരു പോയിന്റ് അല്ല, AB എന്ന് പറയുന്ന ആർക്കിൻ്റെ ഇലാസ്റ്റിസിറ്റി അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യും. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡ് ബൈ Q1 പ്ലസ് Q2. അപ്പോൾ ഇത് ഒരു ആവറേജ് ഇലാസ്റ്റിസിറ്റി P1 പ്ലസ് P2 Q1 പ്ലസ് Q2 ആയതുകൊണ്ട്. പിന്നെ സപ്ലൈയിൽ 3 കാര്യങ്ങൾ നമ്മൾ മറ്റേ വില്ലിങ്നെസ്, അതുപോലെ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ വില്ലിങ്നെസ്, ഡിസയർ, അതുപോലെ എബിലിറ്റി ടു പേ. ഇതിനകത്ത് 3 കാര്യങ്ങളാണ്. വില്ലിങ്നെസ് വേണം, പ്രൈസ് വേണം, പീരീഡ് ഓഫ് ടൈം വേണം. പീരീഡ് ഓഫ് ടൈം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാർഷലിൻ്റെ ടൈം പീരീഡുകൾ പറയുന്നത് ഷോർട്ട് പീരീഡ്, മാർക്കറ്റ് പീരീഡ്, ലോങ് പീരീഡ്, സെക്യുലർ പീരീഡ്, ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സപ്ലൈ മാറും, പ്രൊഡ്യൂസറിൻ്റെ സപ്ലൈ മാറും. പ്രൈസ് മാറുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസറുടെ സപ്ലൈ എന്ന് മാറും. ഇപ്പോൾ ഇത് 3 ഇതിൻ്റെ ഒരു എന്താ പറയുക, അടുപ്പിൽ കൂട്ടിയ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വില്ലിങ്നെസ്സും പ്രൈസും അതുപോലെ ടൈം. ഇത് 3 കാര്യങ്ങൾ കൊണ്ടും സപ്ലൈ മാറും. സപ്ലൈ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതേസമയം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഈ ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോ ഓഫ് മാർക്കറ്റാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. നേരെ ഓപ്പോസിറ്റാണ്, ഡിമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഇനി ഇഫക്റ്റ് ഓഫ് ടൈം നമ്മൾ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ 4 ടൈം പീരീഡാണ് പറയുന്നത്. ഇനി റെസ്പോൺസ്, ഇനി ഇലാസ്റ്റിസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിസിറ്റി എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എഗെയിൻ 5 ടൈപ്പ് ഉണ്ട് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വെച്ചാൽ സപ്ലൈ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രൈസിൽ ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും സപ്ലൈ മാറിക്കൊണ്ടിരിക്കും, ആൽഫ. അതേസമയം ഒരു സപ്ലൈയിൽ ഒരു ചേഞ്ചും ഇല്ലാത്തതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സപ്ലൈയിൽ ഒരു ചേഞ്ചുള്ള പെരിഷബിൾ പ്രോഡക്ട്സ് ഒക്കെ അങ്ങനെയാണ്. അതേസമയം യൂണിറ്ററി ഇലാസ്റ്റിക്, പ്രൈസ് എത്ര 10% ചേഞ്ച് ചെയ്ത് സപ്ലൈയും 10% ചേഞ്ച് ചെയ്യുന്നു. ഇനി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്രൈസ് കുറച്ച് ചേഞ്ച് ചെയ്യുള്ളൂ. പ്രൈസ് 5% ചേഞ്ച് ചെയ്യുമ്പോൾ സപ്ലൈ 10% ചേഞ്ച് ചെയ്യും. അതാണ് റിലേറ്റീവ് ഇലാസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലാസ്റ്റിസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫ്ലാറ്റ് ആവും, ഇലാസ്റ്റിക് കുറയുന്നതിനനുസരിച്ച് ഡീപ്പാവും. ഇപ്പോൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രൈസ് ഒരു 2% ചേഞ്ച് ചെയ്താൽ സപ്ലൈ 1% ചേഞ്ച് ചെയ്യുള്ളൂ, ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന് മെത്തേഡ്സ് ഉണ്ട് മെഷർ ചെയ്യാൻ. നമുക്ക് ഇതിനകത്ത് ആക്ച്വലി 2 മെത്തേഡ് പഠിക്കാനുള്ളൂ. ഒരു ഗ്രാഫിക്കൽ മെത്തേഡും ഒരു ഇക്വേഷൻ മെത്തേഡും. മറ്റെന്ത് പറഞ്ഞ പോലെ സപ്ലൈ എന്നുള്ള പേര് മാത്രമേ മാറ്റുള്ളൂ. ഡെൽറ്റ ക്യൂ ബൈ Q0 ഡിവൈഡ് ബൈ ഡെൽറ്റ പി ബൈ P0. മറ്റേ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിരുന്നെങ്കിൽ സപ്ലൈ ആണ്. ഇനി പോയിന്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം ഒരു സപ്ലൈ കർവ് വരയ്ക്കും. എന്നിട്ട് ആ സപ്ലൈ കർവ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ഏതെങ്കിലും ഒരു ആക്സിസിൽ മുട്ടുന്ന രീതിയിൽ. എവിടെയാണോ മുട്ടുന്നത് അതനുസരിച്ചാണ് ഇലാസ്റ്റിസിറ്റി. സോ ഒറിജിനലാണ് മുട്ടുന്നതെങ്കിൽ നമുക്കറിയാം യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി. അതേസമയം എക്സിലാണ് മുട്ടുന്നതെങ്കിൽ ലെസ് ദാൻ 1, വൈയിലാണ് മുട്ടുന്നതെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി
ഇലാസ്റ്റിസിറ്റി സപ്ലൈയുടെ ഡിറ്റർമിനൻസ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇലാസ്റ്റിക് സപ്ലൈ മാറുന്നത്. നേച്ചർ ഓഫ് കമോഡിറ്റി ഉണ്ട്, അതായത് പെരിഷബിൾ ആണെങ്കിൽ സപ്ലൈ ഇനലാസ്റ്റിക് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ടൈം കൂടുന്നതിനനുസരിച്ച് സപ്ലൈ ഇലാസ്റ്റിക് ആവും, കൂടുതൽ സപ്ലൈ കൂടും. ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനനുസരിച്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, സപ്ലൈ ഇനലാസ്റ്റിക് ആവും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണ്, നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യില്ല, സപ്ലൈ ഇനലാസ്റ്റിക് ആവും. പ്രൊഡ്യൂസർ നാളെ ഒരു പ്രൈസ് റൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതിനനുസരിച്ച് ഉറപ്പായിട്ടും സാധനം ഇറക്കില്ല, കാരണം നാളെ പ്രൈസ് കൂടുക, നമ്മൾ അന്നേരം ഇറക്കാൻ നിൽക്കും, സപ്ലൈ ഇനലാസ്റ്റിക് ആവും. ഡിമിനിഷിങ് റിട്ടേൺസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ നമ്മൾ കൂടുതൽ ഗുഡ്സ് ഇറക്കില്ല, ഇനലാസ്റ്റിക് സപ്ലൈ ആയിട്ട് മാറും. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ റിവിഷൻ കഴിഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് വേണം ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2-3 ചാപ്റ്റേഴ്സിൻ്റെയും നമ്മൾ കോഴ്സിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നുമില്ലാതെ കേട്ട് നോക്കാം. ഞാൻ ലിങ്ക് സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫുൾ മലയാളത്തിലാണ്, ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ടിപ്സും ട്രിക്സും ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അത് കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി പാസ്സാവുക.